റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വധിക്കാനുള്ള ശ്രമം നടന്നു എന്നും അത്ഭുതകരമായ രീതിയിൽ അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന കുർസ്ക് മേഖല സന്ദർശിക്കുന്നതിനിടെയാണ് അദ്ദേഹം സന്ദർശിച്ച ഹെലികോപ്റ്ററിന് നേരെ 100-ലധികം മിസൈലുകൾ തൊടുത്തുവിടുകയും അതിനെ വളരെ ബുദ്ധിപരമായ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ സൈന്യത്തിന് സാധിക്കുകയും ചെയ്തു എന്നതിനാലാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന തരത്തിലും ഈ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി വരികയാണ് എന്ന് റഷ്യൻ സൈന്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. സാറ്റലൈറ്റ് ലൊക്കേഷൻ വെച്ചുകൊണ്ട് നാറ്റോ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായി സംയോജിച്ചുകൊണ്ടാണ് പുടിനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇപ്പം നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഇടപെടലുകൾ പുടിൻ നടത്തുന്നു എന്നതിനാലും ഉക്രൈൻ്റെ മേഖല കീഴടക്കി കഴിഞ്ഞാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ ഇത് സാരമായിട്ട് ബാധിക്കും എന്നിടത്തേക്ക് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ കാര്യങ്ങൾ എത്തിക്കും എന്ന ഭയപ്പാടിനോടനുബന്ധിച്ചാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ചോർന്നു പോയിരിക്കുന്നു എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നത് കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന ആക്രമം ഉക്രൈനിൽ നടത്തുകയും അതിനോടനുബന്ധിച്ചാണ് കുർസ്ക് മേഖല റഷ്യ പിടിച്ചെടുക്കുകയും ചെയ്തത്.